ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡിഫറെൻറ്റ് ചിക്കൻ കറിയും പിന്നെ മസ്റ്റ് ട്രൈ റെസിപ്പിയായ ഒരു ഇൻസ്റ്റൻറ്റ് അപ്പവുമാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമാവുന്നുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ആദ്യം നമുക്ക് ഇൻസ്റ്റൻറ്റ് അപ്പം ഉണ്ടാക്കാം. ഞാനത് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് അളന്ന് ഞാൻ എടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് എടുത്തത്. അത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ഈ അപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി കഴിച്ച് മടുത്തവർക്ക് ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർക്കണം, 2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇതിൻ്റെ അളവ് കൃത്യമായിരിക്കണം കേട്ടോ. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത്. ഇനി ഞാൻ 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് പൊടി ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് തന്നെയായിരിക്കും ഇതിന് നല്ലത്, എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് ചോറ്, 1/4 കപ്പിൽ കൂടുതലായാലും കുഴപ്പമില്ല. ചോറ് ഏത് ചോറായാലും നമുക്ക് എടുക്കാം, അത്രയും എടുക്കുക. എന്നിട്ട് 2 കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരുപാട് കട്ടിയൊന്നും ആവണമെന്നില്ല, ആവശ്യത്തിന് മതിയാകും. ഇനി 1 കപ്പ് പാലൂടെ നമ്മൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന പാല് ചെറു ചൂടുള്ള പാലായിരിക്കണം. അത് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് ഒരു 2 മിനിറ്റേ ആകുള്ളൂ കേട്ടോ. അപ്പോൾ വെന്ത ചോറാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു വരും. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഇഡ്ഡലി ബാറ്റർ പോലെയാണ്, നല്ല കട്ടിയായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കത് അപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ ചൂട് പാല് ചേർക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 കപ്പ് പാൽ എനിക്കിതിന് വേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ പാൽ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. അതുപോലെ കോക്കനട്ട് മിൽക്കിന് പകരം നമുക്ക് സാധാരണ പാലും ഇതിനാദ്യം ആഡ് ചെയ്യാം. പക്ഷേ കോക്കനട്ട് മിൽക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതിനെ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ മതിയാകും. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു ചിക്കൻ കറിയുടെ ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ സാധാരണ കടുക് വറുക്കും പോലെ തന്നെ. അപ്പോൾ ഈ റെസിപ്പി എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഞാൻ അവസാനം കുറച്ച് ഡിഫറെൻ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും എൻ്റെ കൂടെ ആവശ്യപ്പെട്ടതാണ് കേട്ടോ. അതാണ് ഞാൻ ഇത് തന്നെ ഇട്ടത്. ഞാൻ 2 വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം, ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ചിക്കൻ കറിയാണ്. എല്ലാവർക്കും അതുപോലെ വീട്ടിലുണ്ടാക്കണമെന്നാണ് ആഗ്രഹം അല്ലേ. ഇത് ഏകദേശം ഒരു 98% ഞാൻ ഉറപ്പ് തരുന്നു ഇത് അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഞാൻ ഹോൾ മസാല 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എല്ലാ മസാലയും ഉൾപ്പെടും. അതിൽ 1 ടീസ്പൂൺ കുരുമുളക് ഞാൻ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഹോൾ മസാലയിൽ എല്ലാം ഉൾപ്പെടും കേട്ടോ. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി, വലിയ ഒരു വെളുത്തുള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6-7 എണ്ണം വരും. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാണ് പൊടിക്കാൻ പോകുന്നത്. പൊടിക്കല്ല, ചതച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഈ മസാല ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് എടുത്തത് കേട്ടോ. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിതിന് ഗരം മസാല യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ മസാല ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് ചേർത്തത്. ഞാൻ റെഡ് ചില്ലി പൗഡർ തന്നെയാണ്, കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കല്ല എരിവ് വേണമെങ്കിൽ മറ്റേത് യൂസ് ചെയ്യാം. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിൽ ഒരു വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ടൊമാറ്റോയുടെ അതെല്ലാം ടേസ്റ്റ് എല്ലാം കിട്ടും കേട്ടോ കറിക്ക്. ഇനി നമുക്കൊരു 1 കപ്പ് തിളപ്പിച്ച വെള്ളം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 1/2 കപ്പാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ 3/4 കിലോ ചിക്കനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നിങ്ങളിതെല്ലാം അളവും കൂട്ടിക്കൊള്ളണം. അപ്പോൾ ഇനി ഇത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതെൻ്റെ അരപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ അതിലിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കുക. ഇനി കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ.
അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ബാലൻസ് അരക്കപ്പ് വെള്ളം കൂടെ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. എനിക്ക് തിക്ക് ഗ്രേവി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ തിളച്ച വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കേണ്ടതുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇനി ഞാനൊരു സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അത് കാഷ്നട്ടാണ്. ഒരു 20ഓളം കാഷ്നട്ട് ഞാൻ 1 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വരുന്ന ഒരു ടേസ്റ്റ് കേട്ടോ. അതിനെ നന്നായിട്ട് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് പിന്നീട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് വേഗം കൂടെ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഈ കാഷ്നട്ടിൻ്റെ ആ പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ സ്പെഷ്യൽ രുചി കൊടുക്കുന്ന ആ ഫാക്ടർ എന്താണെന്നുള്ളത്. അപ്പോൾ കാഷ്നട്ട് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കാഷ്നട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കാം. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് കേട്ടോ. അത് നേരത്തെ അറിയാമെന്നുള്ളവർ ക്ഷമിക്കുക. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കറിയാണിത്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പം റെഡി ആയിട്ടുണ്ട്, മാവ് റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറായി, നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് അപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാം. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് റെഡിയാകും. ഒരുപാട് സമയമൊന്നും വെച്ചേക്കേണ്ട. നിങ്ങൾ നോക്കിക്കോളൂ. അതിനകത്തേക്ക് നല്ല ഇങ്ങനെ ഹോൾസൊക്കെ വീഴുന്ന നല്ല സൂപ്പർ അപ്പമാണ് കേട്ടോ. സാധാരണ നമ്മൾ പച്ചരിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ സോഫ്റ്റാണ്. ഡെയിലി ചപ്പാത്തി കഴിച്ച് മടുക്കുന്നവർക്ക് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് നോക്കുക. കണ്ടില്ലേ? അപ്പോൾ കഴിക്കുമ്പോഴേ നമ്മൾ ഒരെണ്ണം കഴിക്കുന്ന സ്ഥലത്ത് ഒരു 3 എണ്ണം കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സെർവ് ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് ആ കാഷ്നട്ടിൻ്റെ പേസ്റ്റൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അപ്പത്തിൻ്റെ ഭംഗിയുണ്ടോ നിങ്ങൾ? അതേപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് കിച്ചണിൽ കയറുന്ന പിള്ളേർക്ക് ധൈര്യമായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണിത്. ഈ 2 കോമ്പിനേഷനും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഒന്ന് ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഇട്ട് തരിക. ഞാനിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ തിക്നെസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കറിയുടെ ആ ടേസ്റ്റ് എത്രത്തോളമാണെന്ന്. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോയിട്ട് ആഹാ എന്ത് ടേസ്റ്റാണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാതെ പോരുത്. കൂടെ ഈ ടേസ്റ്റി ചിക്കൻ കറി. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.